ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്ത ബന്ധം വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ വഹിച്ച മധ്യസ്ഥ ശ്രമങ്ങളെ ചൈന തുറന്നു പറഞ്ഞ് അഭിനന്ദിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ബീജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച പ്രധാന പരാമർശങ്ങളുണ്ടായത്. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിളിൽ നടന്ന കൂടിക്കാഴ്ച ഏറെ ശ്രദ്ധേയമായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഷീ ജിൻ പിങ് പഴയ സുഹൃത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും പരസ്പരം വിശ്വാസ്യതയും പിന്തുണയ്ക്കുകയും ചെയ്തുവരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സാധാരണ നയതന്ത്ര ബന്ധത്തെക്കാൾ ഏറെ ശക്തമാണെന്നും ഈ സൗഹൃദം ഇരു രാജ്യങ്ങളും ചേർന്ന് പടുത്തുയർത്തിയതാണെന്നും ഷീ ജിൻ പിങ് വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുമായി പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളെ ചൈന പ്രത്യേകമായി പ്രശംസിച്ചു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെടുത്ത മുൻകൈ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഷീ ജിൻ പിങ് അഭിപ്രായപ്പെട്ടു. സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ഏത് സമയത്തും വിലമതിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും ഷഹബാസ് ഷെരീഫിനൊപ്പം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇറാനുമായും അമേരിക്കയുമായും നടന്ന ആശയവിനിമയങ്ങളിൽ അസിം മുനീർ നിർണായക പങ്കുവഹിച്ചതായും പാകിസ്ഥാൻ നേതൃത്വം വ്യക്തമാക്കി. ചൈനയുടെ സർക്കാർ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ സമാധാന ശ്രമങ്ങളെ ചൈന പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി വ്യക്തമാക്കുന്നു. ഷഹബാസ് ഷെരീഫും ചൈനയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ ചൈന നൽകിയ പിന്തുണ വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മുന്നോട്ട് വെച്ച 4 നിർദ്ദേശങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഷഹബാസ് പറഞ്ഞു. ഈ നിർദ്ദേശങ്ങൾ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കാൻ സഹായിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ ഇരുമ്പ് സഹോദരങ്ങൾ എന്നാണ് ഷഹബാസ് വിശേഷിപ്പിച്ചത്. ഏത് സാഹചര്യത്തിലും പരസ്പരം ഒപ്പമുണ്ടാകുമെന്ന രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും എന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായും സാമ്പത്തികമായും സുരക്ഷാ വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസവും ഏറെ ശക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനീസ് പ്രധാനമന്ത്രിയുമായും ഷഹബാസ് പ്രത്യേകം ചർച്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലും പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെയാണ് പ്രധാന വിഷയമാക്കിയത്. ലോകം ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഷഹബാസ് പറഞ്ഞു. ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥ കുറയ്ക്കാൻ പാകിസ്ഥാൻ ആത്മാർത്ഥമായി ഇടപെടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ പ്രധാന പങ്ക് വഹിച്ചതായി ഷഹബാസ് വിശദീകരിച്ചു. ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറും വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി തുടർച്ചയായി ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ശരിയായ ദിശയിലാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈനീസ് നേതൃത്വത്തിനും പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനും ഷഹബാസ് പ്രത്യേക നന്ദി അറിയിച്ചു. വെടിനിർത്തലിനും സമാധാന ശ്രമങ്ങൾക്കും ചൈന നൽകിയ പിന്തുണ വലിയ കരുത്തായി എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സന്ദർശനം മറ്റൊരു പ്രത്യേകതയും ഉൾക്കൊള്ളുന്നതാണ്. ചൈനയും പാകിസ്ഥാനും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികം കൂടിയായിരുന്നു ഇത്. ആയതിനാൽ തന്നെ ഈ സന്ദർശനം ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണെന്ന് ഷഹബാസ് പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും സ്ഥാപക നേതാക്കൾ രൂപപ്പെടുത്തിയ സൗഹൃദം ഇന്നും അതേ ശക്തിയോടെ തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ ചൈന ബന്ധം പാകിസ്ഥാന്റെ വിദേശ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണെന്ന് ഷഹബാസ് ആവർത്തിച്ചു. പരസ്പര വിശ്വാസത്തിലും വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കാണ് ഇരു രാജ്യങ്ങളുടെയും പൊതുവായ ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക സഹകരണം, സുരക്ഷ, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സ്ഥിരമായി വളരുന്നതിൽ ഇരു നേതാക്കളും സന്തോഷം പ്രകടിപ്പിച്ചു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയായ CPECയുടെ അടുത്തഘട്ട വികസനത്തെക്കുറിച്ചും ചർച്ച നടന്നു. വ്യാവസായ വികസനം, കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ മാറ്റം, ശുദ്ധ ഊർജം എന്നിവയിൽ കൂടുതൽ സഹകരണം വേണമെന്ന് ഷഹബാസ് പറഞ്ഞു. ചൈനയുടെ 15ാം പഞ്ചവത്സര പദ്ധതിയും പാകിസ്ഥാന്റെ വികസന പദ്ധതികളും തമ്മിൽ ഏകോപനം വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിലൂടെ ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും വികസനത്തിനും ചൈന നൽകുന്ന പിന്തുണയ്ക്ക് ഷഹബാസ് നന്ദി രേഖപ്പെടുത്തി. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് പൗരന്മാർക്കും സ്ഥാപനങ്ങൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബഹിരാകാശം, കൃത്രിമ ബുദ്ധി, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയിലും സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ചൈനയുടെ ബഹിരാകാശ പദ്ധതിയിലേക്ക് പാകിസ്ഥാൻ ബഹിരാകാശ യാത്രക്കാരെ തെരഞ്ഞെടുത്തത് ഇരു രാജ്യങ്ങളുടെയും ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിയതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. വ്യാപാരം, നിക്ഷേപം, കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കാലാവസ്ഥ വ്യതിയാനം, മാധ്യമ സഹകരണം, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം തുടങ്ങിയ മേഖലകളിലാണ് കരാറുകൾ ഒപ്പുവെച്ചത്. സാമ്പത്തിക വികസന സഹകരണം, പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥ വ്യതിയാനം എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ സഹകരണം, മാനവ വിഭവശേഷി വികസനം തുടങ്ങിയ വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് ഷഹബാസ് ഷെരീഫ് ചൈനയിലെത്തിയത്.
ഇപ്പോഴത്തെ സന്ദർശനം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിയെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ശ്രമങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചകൾ തുടരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കൂടിക്കാഴ്ചകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.